ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഞാൻ ആക്ച്വലി ഇങ്ങനെ വിചാരിച്ചു നമുക്കൊരു വ്ളോഗ് എടുത്താലോ ഇന്നൊരു സാറ്റർഡേ ആണ്, അപ്പം ഒരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എണീക്കുമ്പോൾ തന്നെ ക്ലീനിങ് ടീം വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് ക്ലീനിങ് നടക്കുന്നുണ്ടായിരുന്നു, വീട്ടിൽ ഡീപ്പ് ക്ലീനിങ്. അപ്പോൾ അതിൻ്റെ ആൾക്കാർ വന്നതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച് എണീച്ചപ്പോഴത്തേക്കും എൻ്റെ റൂമിൻ്റെ പുറത്ത് അവർ വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എണീറ്റ് കുറച്ച് ബിറ്റ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടൊരു വീഡിയോ ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ഞാനൊരു ചെറിയൊരു വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻട്രോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈവനിങ് ടൈം ആയപ്പം ഞാൻ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് എൻ്റെ ബൊട്ടീക്കിലേക്കുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോഴാണ് ഞാൻ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാ വീഡിയോസും കുറച്ചായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ബൊട്ടിക്സിൻ്റെ കുറച്ച് കളക്ഷൻസ്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബിറ്റ്സൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെന്താ, ഒരു നോർമലായിട്ടുള്ള വ്ളോഗായിരിക്കും കേട്ടോ. നമ്മൾ ലാസ്റ്റത്തെ കുറച്ച് വ്ളോഗ്സിനൊക്കെ ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ വാച്ചിങ് അവേഴ്സൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് പണികളൊക്കെ ഉള്ള ദിവസമാണ്. ഈവൻ ദോ ഇന്ന് ലീവാണെങ്കിൽ കൂടിയിട്ട് എനിക്ക് വീട്ടിലിരുന്ന് തീർക്കേണ്ടതായിട്ടുള്ള കുറേയധികം പരിപാടികളുണ്ടായിരുന്നു. രാവിലെ തൊട്ടൊരു ഉച്ച 2 മണി 3 മണി വരെ നല്ല തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് ഓഫീസിലേക്കുള്ള കുറച്ച് പെൻഡിങ് വർക്ക്സും കൂടിയൊക്കെ തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരൂ. പിന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ എൻ്റെ കുട്ടി ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും മടക്കി വെക്കുകയാണ്. പുതിയ വന്ന കുറേ സ്റ്റോക്ക് എനിക്ക് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ഓരോ സ്റ്റോക്ക് എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഡാമേജസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പണിയാണ് കേട്ടോ. കാരണം നമുക്ക് ഓരോ പാർസലും ഓപ്പൺ ചെയ്ത് നോക്കണം. അമ്മ അതാ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് അമ്മ ഇങ്ങനെ ആക്ഷൻസ് ഒക്കെ ഫോണിൽ കാണിക്കുന്ന, വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. യൂഷ്വലി ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ തലേ ദിവസം തന്നെ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കും. എന്തൊക്കെയാണ് വീഡിയോസ് എടുക്കേണ്ടത്, ഏതൊക്കെ എടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെക്കും. എന്നിട്ടാണ് ഞാൻ വീഡിയോസ് യൂഷ്വലി എടുക്കുന്നത്. പക്ഷെ ചില ദിവസങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്ത് അത്ര എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്തതിനെക്കാട്ടും കൂടുതൽ എടുക്കാനും പറ്റും. പക്ഷെ ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ചധികം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ലീവുള്ള ദിവസങ്ങളിൽ മാത്രമേ വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞു. മെയിൻ ഇത് മടക്കി വെക്കുന്നതാണ് ഏറ്റവും ടാസ്ക്. നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മടക്കി വെക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് കറക്റ്റ് ആ മടക്ക് പോവാത്ത രീതിയിൽ തന്നെ വെക്കണം. അപ്പോൾ അതുകൊണ്ട് അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് തന്നെ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. ഇന്ന് ആക്ച്വലി ഉച്ച വരെ തന്നെ എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല കേട്ടോ. പിന്നെ ഞാൻ ക്യാമറയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതൊക്കെ റിമൂവ് ചെയ്ത് മാറ്റാണ് കേട്ടോ. സാധാരണ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാനും അതേപോലെ റിമൂവ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. ക്യാമറ സെറ്റ് ചെയ്യാൻ തന്നെ എൻ്റെ ഏകദേശം ഒരു 10-15 മിനിറ്റ് പോകും കേട്ടോ. കാരണം ഞാൻ ഇതിൽ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയം വേണം ഇത് സെറ്റ് ചെയ്യാനൊക്കെ. പിന്നെ ഇതിൽ കുറേ നമുക്ക് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനും അങ്ങനത്തെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ടല്ലോ. അപ്പോൾ എനിക്കത്ര അറിയാത്തതുകൊണ്ട് തന്നെ അതിന് കുറേ ടൈം എടുക്കുന്നുണ്ട്. ഞാനപ്പോൾ എപ്പോഴും വിചാരിക്കും, ഈ ക്യാമറയൊക്കെ ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ എത്ര പെട്ടെന്നാണ് അവർ ഓരോ ഫിൽറ്റേഴ്സൊക്കെ മാറ്റി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത്. ഭയങ്കര കഴിവ് തന്നെയാണ് കേട്ടോ. ഈ പരിപാടികളൊക്കെ എനിക്ക് അപ്പം ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ ആയുർവേദമെല്ലാം ഒരു വഴിയാക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം ക്യാമറയൊക്കെ എടുത്ത് ഉള്ളിലേക്ക് സേഫായിട്ട് വെക്കാറുണ്ട്. ഇനി ഈ ബാഗും കൂടി അതിൻ്റെ കൂടെ കിട്ടിയോണ്ട് എല്ലാം സേഫായിട്ട് എടുത്ത് വെക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അങ്ങനെ ഇളകി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ക്യാമറയ്ക്ക് ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ എൻ്റെ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. കാരണം പെട്ടെന്നായിരിക്കും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തോന്നും. ആ സമയത്ത് അധികം ബാറ്ററിയിൽ ചാർജ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എൻ്റെ യൂട്യൂബിലേക്കുള്ള വീഡിയോസൊക്കെ കൂടുതലും എടുക്കുന്നത് നമ്മളുടെ ഫോണിൽ തന്നെയാണ്. ഇത് ഞാൻ ബൊട്ടീക്കിലേക്കുള്ള വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു ക്യാമറ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഇത് നമുക്കൊരു സെറ്റായിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒന്നും തന്നെ ആഡ് ഓൺ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു മൈക്ക് മാത്രമാണ് ആഡ് ഓൺ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഡ്രസ്സിൽ നിന്ന് പാർസൽ ചെയ്യാനുണ്ട് കേട്ടോ. ഇന്ന് ഈവനിങ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ പാക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ബൊട്ടീക്കിൽ എക്സ്പ്രസ് ഡെലിവറി അവൈലബിൾ
അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഇന്ന് രാവിലെ നിങ്ങൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ് ആകുമ്പോഴത്തേക്ക് സാധനം കിട്ടും. നമ്മൾ UAE മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാൻ എൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും മടക്കി വെക്കുകയാണ്. ഇത് അപ്പം ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം എല്ലാം ക്ലിയർ ചെയ്ത് വെക്കും കേട്ടോ. അതാകുമ്പോൾ ഭയങ്കര സമാധാനം കിട്ടും. കാരണം നമുക്കിനി പെൻഡിങ് വർക്ക്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പാർസലൊക്കെ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു പാർസൽ പാക്ക് ചെയ്താൽ നിങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പാക്കിങ് എൻ്റെ സെക്ഷനല്ല കേട്ടോ, അമ്മയാണ് സാധാരണ പാക്ക് ചെയ്യാറുള്ളതൊക്കെ. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പാക്ക് ചെയ്യാറുള്ളൂ കേട്ടോ. അധികം അമ്മയാണ് എൻ്റെ പാർസലും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുക. കാരണം കൂടുതൽ ഞാൻ ഓർഡർ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഓഫീസിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് അമ്മയാണ് എനിക്ക് പാക്ക് ചെയ്ത് തരാം. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവരാണ് നമ്മൾ ആഡും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. പിന്നെ മെസ്സേജസൊക്കെ നോക്കാനും ഒക്കെ അവർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളെ ബിസിനസ് ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ഹാർഡ് വർക്കിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ മാത്രമേ ഉള്ളൂ അത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് ടൈം അങ്ങനെ ബൊട്ടീക്കിലേക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കിട്ടാറില്ല. രാവിലെ മുതൽ ഈവനിങ് വരെ ഓഫീസിലായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്ന ടൈമൊക്കെ യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം വീഡിയോസ് എടുക്കാനും അതേപോലെ തന്നെ മാക്സിമം മെസ്സേജസിനൊക്കെ റെസ്പോണ്ട് ചെയ്യാനൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ക്ലീനിങ് കഴിഞ്ഞിട്ട് കാർപ്പറ്റ് അവർ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാർപ്പറ്റൊക്കെ വീശിടാണ്. കാരണം ഈ കാർപ്പറ്റിന് നന്നായിട്ട് ഫറ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ട് സൈഡിലും കെട്ടി വെച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ നമ്മളെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെയാണ് ഇതെടുത്തിട്ട് വിരിച്ചിടുന്നത് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാർപ്പറ്റ് ക്ലീനിങ്ങും ചെയ്യാറുണ്ട്. അതാകുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലുള്ള ഫറൊക്കെ നന്നായിട്ട് പോകും കേട്ടോ. പക്ഷേ ഇത് ഒറ്റയ്ക്ക് ഒരാൾക്ക് പിടിച്ച് പൊന്തിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് വെയിറ്റുള്ളൊരു കാർപ്പറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒറ്റയ്ക്കൊന്നും പറ്റില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാരെ അറേഞ്ച് ചെയ്യാണ് ചെയ്യാം. ആ സൈഡിലൊരു ക്യാരം ബോർഡ് ഉണ്ടോ, ഈ ക്യാരം ബോർഡ് ആക്ച്വലി ഞങ്ങൾ കളിക്കണം എന്നൊക്കെ വിചാരിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഇതിപ്പോൾ ആരും എടുക്കാറില്ല കേട്ടോ. ഒരു സൈഡിലിങ്ങനെ മാറ്റി വെച്ചിരിക്കുക. പിന്നെ ഇതാണെങ്കിൽ നമ്മൾ ആ ഗ്ലാസ്സിന് നന്നായിട്ട് തട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ സോഫയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പം ഗ്ലാസ്സിന് തട്ടുന്നതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം അയറോൻ്റെ കൂടെ ബിൽഡിംഗ് ബ്ലോക്സ് കളിച്ചു കേട്ടോ. അവർക്കിങ്ങനെ ആരെങ്കിലുമൊക്കെ കളിക്കാതിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും അവളുടെ കൂടെ അങ്ങനെ കളിക്കാനിരിക്കാറില്ല. എന്നാലും ചില സമയത്ത് അവൾ ഇങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ അവളുടെ കൂടെ കളിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ബിൽഡിംഗ് ബ്ലോക്സ് ഇങ്ങനെ ആക്കി വെക്കുന്നത്. ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരും കൂടി അതൊക്കെ ഇരുന്ന് കളിച്ചു. ചില ദിവസങ്ങളിൽ അവൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബോറടിക്കുമ്പോൾ വിളിക്കാറുണ്ട് കേട്ടോ നമ്മളെ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും കിച്ചൺ സെറ്റിലൊക്കെ അവളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്തൊക്കെ തരും. ഭയങ്കരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അവൾക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും അവൾ ചിലപ്പം വലുതാകുമ്പോൾ ഒരു ഷെഫ് ആവാനുള്ള ചാൻസസ് ഉണ്ടെന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയാറുണ്ട്. ഈവനിങ് ടൈമിൽ ഒരു ഗോൾഡൻ ലൈറ്റ് വരും കേട്ടോ ഹോളിലേക്ക്. അത് പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഫ്ലവർ വേസ് ഒക്കെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ കാണും കേട്ടോ. അതൊരു പ്രത്യേക ഭംഗിയാണ്. അതിനുശേഷം എനിക്ക് കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കായിരുന്നു നന്നായിട്ട് പെറുപ്പിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് തീർക്കാനുള്ളത് മെയിനായിട്ടുള്ള കുറച്ച് അക്കൗണ്ട്സിൻ്റെ വർക്കും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഞാൻ കുറച്ച് കണക്കിൽ വീക്കായതുകൊണ്ടും കൂടിയിട്ട് എനിക്കിതിന് ഒരുപാട് ടൈം വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത ടൈമിൽ മാത്രമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇവിടെ ഏകദേശം 6:30 ആയിട്ടുണ്ട്. എന്നാലും നല്ല വെളിച്ചമുണ്ട് കേട്ടോ. അവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടും കൂടിയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ആ ലിപ്സ്റ്റിക്കൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് കളയാണ്. ഞാൻ കോക്കനട്ട് ഓയിൽ വെച്ചിട്ടാണ് ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. എന്നിട്ടൊരു കോട്ടൺ പാഡോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ച് ജസ്റ്റ് റിമൂവ് ചെയ്ത് കളയും. കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ലിപ്സ്റ്റിക്കൊക്കെ പോകും കേട്ടോ. എൻ്റെത് ഭയങ്കര ഡ്രൈ ചാപ്പിഡ് ലിപ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്യും. ഫേസ് വാഷിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റാഫിലിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതെനിക്ക് ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാൽ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഡ്രൈ ടു നോർമൽ സ്കിന്നിൻ്റെ സെറ്റാഫിൽ ക്ലെൻസറാണ്. പമ്പ് ചെയ്യുന്ന ബോട്ടിലിൻ്റെ പ്രശ്നം ഇതാണ് കേട്ടോ. നമ്മൾ എത്ര ഇങ്ങനെ പമ്പ് ചെയ്താലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ. ചില സമയത്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് തിരിഞ്ഞിരുന്ന് കഴിഞ്ഞാലൊന്നും പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മാക്സിമം ഇങ്ങനത്തെ യൂസ് ചെയ്യാറില്ല. സാധാരണ നമ്മൾ ബോട്ടിലുള്ള സെറ്റാഫിൽ
ഷെൽഫിലാണ് കൂടുതൽ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി 2-3 എണ്ണം നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ വാങ്ങിച്ച് വെക്കാറുണ്ട്. ഇവിടെ ഭയങ്കര വിലയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം 2-3 ബോട്ടിൽ വാങ്ങിച്ച് വെക്കാറുണ്ട് കേട്ടോ. എൻ്റെ ഒരുവിധം മേക്കപ്പും അതേപോലെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ ഇതേപോലെ നാട്ടിൽ നിന്ന് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് വാങ്ങിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇരട്ടി വിലയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു 3-4 ലിപ്സ്റ്റിക്ക് ഇതൊക്കെ ഓൾറെഡി മേടിച്ചിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു പുറത്തുള്ള ആൾക്കാരൊക്കെ ഒരുവിധം ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ആ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.